ഹായ്, നല്ല പാൽനിലാവ്. ഇന്ന് സ്വസ്ഥമായിട്ട് ഈ മരച്ചോട്ടിൽ കിടന്നൊന്ന് ഉറങ്ങാം. ഹേ, ഇതെന്താണ്? ആരാണിത് ഇവിടേക്ക് എറിഞ്ഞത്? എറിഞ്ഞതല്ല, കൊഴിഞ്ഞതാ. ആരാ അത്? ഞാനാ, കുഞ്ഞിക്കുരുവി. എന്റെ തൂവൽ മുയലച്ചന്റെ ദേഹത്ത് വീണോ? ഇല്ല, പക്ഷേ വീണേനെ. ഇനി തൂവലൊന്നും താഴേക്ക് കൊഴിച്ചിടരുത് കേട്ടോ. ഞാനൊന്ന് സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോളൂ. പിന്നെ ഉറക്കം വന്നില്ലെങ്കിൽ പറയണം കേട്ടോ. അതെന്തിനാണ്? ഏതുറങ്ങാത്തവരെയും ഉറക്കുന്ന ഒരു സൂത്രം എനിക്കറിയാം. എന്ത് സൂത്രം? താരാട്ടുപാട്ട്. ദാ കേട്ടുറങ്ങിക്കോളൂ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. പാട്ട് കേട്ടെന്റെ ഉറക്കം പോയി കിട്ടി. ഹോ, ഇതെന്തൊരു പാട്ട്! ഞാൻ ദാ വരുന്നു കേട്ടോ. എന്താണാവോ വിളിച്ചത്? ഞാനാരെയും വിളിച്ചില്ല. കുരങ്ങനുണ്ണി വാവാവോ എന്ന് വിളിച്ചത് ഞാൻ കേട്ടല്ലോ. അത് ഞാനൊരു താരാട്ടുപാട്ട് പാടിയതാണ്. കുരങ്ങനുണ്ണി എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ ഒന്ന് നാട് ചുറ്റാൻ പോയതാണ്. നാട്ടിലെ ഓരോരോ കാഴ്ചകൾ കണ്ടു നടന്ന് ഇപ്പോഴാണ് തിരിച്ചു പോരാൻ പറ്റിയത്. നാട്ടിൽ എന്തുണ്ട് വിശേഷം? ഓ, നല്ല വിശേഷം. ഈ കാട്ടിലുള്ളതിനേക്കാൾ പഴങ്ങളും പച്ചക്കറികളും ഇപ്പോൾ നാട്ടിലുണ്ടെന്നേ. കുരങ്ങനുണ്ണി, നീ പറഞ്ഞ നാട്ടിലെ കാര്യങ്ങളൊക്കെ നേരാണോ? ഞാൻ കള്ളം പറയാറില്ല മുയലച്ചാരെ. കുരങ്ങനുണ്ണി, നാട്ടിലേക്ക് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോവാമോ? പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തിന്നാൻ എനിക്ക് കൊതിയാകുന്നു. തൽക്കാലം നീ നിന്റെ കൊതി അടക്കി വെക്കുന്നതാണ് നല്ലത്. അതെന്താണ്? കാട്ടുമുയൽ നാട്ടിൽ പോയി വിളവ് നിന്നാൽ കർഷകർ ചുമ്മാ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് പോലും നാട്ടിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാവും. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്റെ ജീവനാണ്. ഈ കാട്ടിലിപ്പോ അതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും നാട്ടിൽ പോകും. ഏയ്, നാട്ടിൽ പോകുന്നത് അപകടമാണ്. കുരങ്ങനുണ്ണി നാട്ടിൽ പോയിട്ട് ഒരു അപകടവും സംഭവിച്ചില്ലല്ലോ. അതുപോലെ ഞാനും പോയതുപോലെ തിരിച്ചു വരും. പോണേ വെക്കോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കുരങ്ങ് ഇവിടെ വന്നു പോയതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കുരങ്ങിനെ കണ്ടു എന്ന് പിള്ളേര് പറഞ്ഞത് ചിലപ്പോൾ പിള്ളേർക്ക് തോന്നിയതാവും. ഓ ഭാഗ്യം, എന്നെ കണ്ടില്ല. അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുരങ്ങനുണ്ണി വന്ന കൃഷിത്തോട്ടം ഇത് തന്നെ. ഹോ, ഇനി എല്ലാ രാത്രികളിലെയും എൻ്റെ ആഹാരം ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ. രാത്രി കാലങ്ങളിലെ എൻ്റെ ആഹാരവും ഈ തോട്ടത്തിൽ നിന്ന് തന്നെയാണേ. അയ്യോ, നിങ്ങൾ ആരാണ്? ഞാൻ തുരപ്പൻ. എന്നെ എല്ലാവരും തുരപ്പേട്ടാന്ന് വിളിക്കും. നീ ആരാണ്? നാട്ടിലെ പച്ചക്കറികൾ തിന്നാനുള്ള കൊതി കൊണ്ട് കാട്ടിൽ നിന്ന് വന്ന ഒരു പാവം മുയൽ. അത് ശരി. നിനക്ക് വേണ്ടി ഈ തുരപ്പേട്ടൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. തുരപ്പൻ ചേട്ടാ, ഈ തോട്ടത്തിൽ എവിടെയാണ് ക്യാരറ്റ് നിൽക്കുന്നത്? ആ സാധനം ദോണ്ട അവിടെ. വേഗം ചെന്ന് മാന്തി തിന്നോളൂ. ഹോ, ക്യാരറ്റിന് എന്തൊരു രുചി! ഇതെന്ത് സാധനമാണ് തുരപ്പേട്ടാ? ഇതാണ് തക്കാളി. എന്ത് രുചിയാണെന്നറിയാമോ? ഒരെണ്ണം പറിച്ച് തിന്നു നോക്കുന്നോ? നോക്കാം. അയ്യോ മുയലച്ച, സാധനം മാറിപ്പോയി. അയ്യോ, തിന്നാത്തത് ഭാഗ്യം. ഇത് തക്കാളിയല്ല, തക്കാളിയുടെ വലിപ്പമുള്ള ഉണ്ടമുളകാണ്. അയ്യോ, അതാരാണ്? ഞാൻ തന്നെയാടാ. തുരപ്പൻ ചേട്ടാ, രക്ഷിക്കണേ. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാണ് നല്ലത്. കാട്ടിൽ തപ്പിയത് നാട്ടിൽ കിട്ടി. കോഴിയെ കിട്ടിയില്ലെങ്കിൽ എന്താ, നല്ല മുയലിറച്ചി തിന്നാമല്ലോ. ഇന്നത്തെ കാര്യം കുശാൽ. അയ്യോ നായ്ക്കൾ,
അവരെന്നെ കണ്ടാ കുഴപ്പമാണ്. വേഗം കാട്ടിലേക്ക് പോകാം. ഇവനെ അവിടെ കൊണ്ടുപോയി ശാപ്പിടുന്നതാണ് ബുദ്ധി. വഴി തെറ്റിയെന്ന് തോന്നുന്നല്ലോ. തെറ്റിയോ? എടാ മൊയലേ, നീ ഈ വഴിയെങ്ങാനുമാണോ നാട്ടിലേക്ക് വന്നത്? വഴി മാറിപ്പോയോന്ന് എനിക്കൊരു സംശയം. വഴി മാറിപ്പോയി. കുറുക്കച്ചന് നല്ല കാഴ്ചക്കുറവുണ്ടല്ലേ. നിങ്ങളുടെ കണ്ണിന് തിമിരം ബാധിച്ചു. തിമിരമോ? അതെന്താണ്? പ്രായമായവരുടെ കണ്ണിന് ബാധിക്കുന്ന രോഗം. പതിയെ പതിയെ കാഴ്ച നഷ്ടമാകും. എന്റെ മുത്തച്ഛന്റെ കണ്ണിന് തിമിരമാണ്. നാട്ടിലെ ഒരു പഴത്തിന്റെ ചാറ് കണ്ണിലൊഴിച്ചാൽ തിമിരം മാറുമെന്ന് വൈദ്യൻ പറഞ്ഞു. അതുകൊണ്ട് മുത്തച്ഛന്റെ കണ്ണിലൊഴിക്കാൻ തക്കാളി മരുന്ന് പറിക്കാനാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോഴല്ലേ ചേട്ടൻ എന്നെ പിടികൂടിയത്. തക്കാളി മരുന്നോ? എന്നിട്ട് ആ മരുന്ന് പഴം നീ പറിച്ചോ കുഞ്ഞേ? പറിച്ചു. ഇതാണ് ആ പഴം. കുറുക്കച്ച, എന്നെ കൊന്നു തിന്നോളൂ. പക്ഷെ അതിനു മുമ്പ് എന്റെ മുത്തച്ഛന്റെ കണ്ണിൽ ഈ മരുന്നൊന്ന് പിഴിഞ്ഞൊഴിക്കാൻ ഒരവസരം തരണം. എല്ലാം തരാടേ. തന്റെ മുത്തശ്ശന്റെ കണ്ണ് തിമിരം വന്ന് പൊട്ടിപ്പോട്ടെ. നീ ഇപ്പോ ആ മരുന്ന് എന്റെ കണ്ണ് പിഴിഞ്ഞൊഴിക്ക്. എന്നിട്ട് ഞാൻ നിന്നെ കുശാലായിട്ട് തിന്നട്ടെ. ഇതാണ് എന്റെ പ്ലാൻ. ദാ ആ പാറപ്പുറത്ത് വെച്ചാകാം നമ്മുടെ കലാപരിപാടികൾ. കണ്ണിലേക്ക് വേഗം പിഴിഞ്ഞൊഴിക്കടാ. അയ്യോ, എന്റെ കണ്ണ് നീറുന്നേ. അയ്യോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അയ്യോ. ഹോ, ഈശ്വര, രക്ഷപ്പെട്ടു. ആ കുരങ്ങനുണ്ണിയും കുരുവിപ്പെണ്ണും പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. എന്തായാലും അനുസരണക്കേട് ആപത്ത് വരുത്തുമെന്ന് ഇപ്പൊ മനസ്സിലായി.